അടിപൊളിയായിട്ട് റിവേഴ്സ് പോണ കണ്ട കാർ ഇങ്ങനെ റിവേഴ്സ് പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിപൊളിയായിട്ട് റിവേഴ്സാണ് ഇവർ എടുക്കുന്നത് അല്ലേ. നേരെ ഇങ്ങോട്ട് റൈറ്റിക്കല്ല എടുക്കുന്നത്, റിവേഴ്സ്. സൂം ചെയ്തിട്ട് അടിപൊളിയായിട്ട് റിവേഴ്സ് എടുക്കുന്ന കാഴ്ച കണ്ട സൂപ്പറായിട്ടുണ്ട്. അതിസാഹസികമായ യാത്രയുണ്ട്. പക്കോടയും ചായ ഉണ്ട്, അടിപൊളി ചൂട് പക്കോടയും ചായയും കഴിച്ചിട്ട് നമ്മൾ ഇന്ന് കവയ്ക്കാണ് പോണല്ലേ സൗമ്യ? അപ്പോൾ പക്കോട നോട്ടെ കാട്ടു. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. അതാ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഇതാ എൻ്റെ വണ്ടിൻ്റെ സൈഡ് വീലിൽ ചായയും വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ ചായക്കട. അടിപൊളി നല്ല ചൂട് പക്കോടയും കടികളൊക്കെ കിട്ടുന്ന മലമ്പുഴയ്ക്ക് പോകുന്ന ഭാഗത്തുള്ളൊരു കടയാണ്. കാണുന്ന ഈ ഭാഗത്താണ് ആഡിറ്റോൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിങ് ഒക്കെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെയാണ്. ഇവിടെയൊക്കെയാണ് പൊളിച്ച് കളഞ്ഞ ആ ഭാഗമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പാലക്കാടുള്ള മലമ്പുഴയില്ലേ, പാലക്കാട് മലമ്പുഴ തെക്കേ മലമ്പുഴ കേട്ടോ ഗൈസ്, അവിടേക്കാണ് ഇന്ന് പോകുന്നത്. അവിടെ ഒരു അടിപൊളി കാഴ്ചകളാണ് ഇന്ന് നമ്മളെ കാണാൻ പോകുന്നത് കേട്ടോ. തെക്കേ മലമ്പുഴയിൽ വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ ആ ഭാഗത്തിപ്പോൾ ഫുൾ വൈബാണ് കേസ്. കുറേ കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തന്നെ തെക്കേ മലമ്പുഴയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കേസ്. കുറേ നാളുകൾ വീഡിയോ ഇടാണ്ട്, അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് കേട്ടോ കേസ്. കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ. അപ്പോൾ തെക്കേ മലമ്പുഴയിലെ ഒരു അടിപൊളി കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാട്ടെ കേസ്. ഓക്കെ, പക്കോടയും ചായ കേട്ടോ, അടിപൊളി ചൂട് പക്കോടയും ചായയും കഴിച്ചിട്ട് നമ്മൾ ഇന്ന് കവയ്ക്കാണ് പോണല്ലേ സൗമ്യ? അപ്പോൾ പക്കോട നോട്ടെ കാട്ടു. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. അതാ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ ഇതാ എൻ്റെ വണ്ടിൻ്റെ സൈഡ് വീലിൽ ചായയും വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ ചായക്കട. അടിപൊളി നല്ല ചൂട് പക്കോടയും കടികളൊക്കെ കിട്ടുന്ന മലമ്പുഴയ്ക്ക് പോകുന്ന ഭാഗത്തുള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഈ മാട് കുത്താൻ വന്നു. നമുക്ക് നല്ല തണലുള്ള മരമല്ലേ, മാവാണ് സോ. പോയി കഴിഞ്ഞാൽ ജി പോകണോ അത് പോകാൻ പറ്റില്ല, അതിന് പോകാൻ പറ്റില്ല. നമ്മൾ പാലക്കാട് മലമ്പുഴയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് വന്നാലും വേനൽക്കാലത്ത് വന്നാലും ഇവിടെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കേസ്. വേനൽക്കാലത്ത് വേറൊരു വൈബായിരിക്കും, മഴക്കാലത്ത് സൂപ്പറാണ്. കഴിഞ്ഞ വർഷം മറക്കാൻ പറ്റില്ല കേട്ടോ കേസ്. കഴിഞ്ഞ വർഷം ഇതിലേക്ക് ഞങ്ങൾ പോകുമ്പോണ്ടല്ലോ ഓരോ മലയിൽ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അത് ചാടുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിൽ നല്ല മഴ വന്ന് മലമ്പുഴ ഡാം എന്താ പറയുക നിറയുന്ന കാഴ്ചകൾ, മലമ്പുഴ ഡാമിൻ്റെ നമ്മുടെ ഇത് തുറക്കണ സമയം, പിന്നെ വെള്ളച്ചാട്ടം, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളിവിടെ കാണാൻ കിടക്കാണ്ട് ഇനി ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ. അപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് അടിപൊളി വ്യൂ ആയിരിക്കും. ഇപ്പോൾ വെറും മഴ പോലും ഇല്ല, ഒന്നുമില്ല, വേനലാണ്, അറ്റ വേനലാണ്. പക്ഷേ എന്താ പറയുക ആളുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് വണ്ടികൾ ഇപ്പോൾ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് നോക്കട്ടെ ഗൈസ്, മലമ്പുഴയിലെ ചെറിയ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് മലമ്പുഴയ്ക്ക് വരുന്ന ആ റോട്ടിലുണ്ടല്ലോ, നമ്മളൊരു ചെറിയൊരു കുഞ്ഞ് ചായക്കടയിൽ നിന്ന് ഞങ്ങൾ ചായയും പൊക്കോടയൊക്കെ കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചായ നല്ല കടുപ്പത്തിലുള്ള നല്ലൊരു ചായ, പാലക്കാടൻ ചായ, നല്ല അടിപൊളി ഒരു ചായയും കിട്ടി. പൊക്കോട നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കണവർ പാലക്കാട് നിന്ന് നമ്മൾ മലമ്പുഴയ്ക്ക് വരുന്ന റൂട്ടിൽ കയറിയ പുത്തൂർ എത്തുന്നതിന് മുമ്പ് തന്നെ റൈറ്റ് സൈഡ് ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ കേസ് നമുക്ക് ഏതെങ്കിലും ഡാമിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റുമോ നമുക്കൊക്കെ? അപ്പോൾ മലമ്പുഴ ഡാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും വെള്ളമില്ല, അതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ നടന്നു പോകണ കണ്ടില്ലേ ഇവിടെയൊക്കെ. വെള്ളമില്ല. അപ്പോൾ കണ്ട കേസ് നമ്മൾ ഈ ഒരു കാഴ്ച നമുക്ക് ഈ സമയത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇതുവരെയും വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, പക്ഷേ ഇപ്പോൾ ഫുൾ ആളുകൾ ഇറങ്ങി നടക്കാൻ പറ്റിയ ഒരു ഡാം നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാം. എല്ലാ ഡാമിലും ഇപ്പോൾ വെള്ളം കുറവായിരിക്കട്ടെ കേസ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോകാനൊക്കെ പറ്റുമായിരിക്കും. ഞാൻ ചുമ്മാ പറഞ്ഞു തന്നെ ഉള്ളൂ. നല്ല രസമല്ലേ നമുക്കിങ്ങനെ എന്താ പറയുക, മലമ്പുഴ പരന്ന് കിടക്കുന്ന ഈ മലമ്പുഴ ഡാമിൽ വെള്ളം കുറവായത് കൊണ്ട് നമുക്ക് കുറച്ച് ദൂരമെങ്കിലും നമ്മൾ
എന്താ പറയുക പോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുന്ന ആ സ്പോട്ടാണ് കണ്ടില്ല കേസ്. അത് നോക്ക്. അപ്പോൾ അവിടെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് അല്ലേ? അടിപൊളിയല്ലേ? ഇവിടെ നിർത്തിയാ കാണില്ല. അത് നല്ല മരല്ലേ? എന്താ അടിപൊളി. ഇവിടെ നിന്നുള്ള ആ വ്യൂ നോക്ക്, എന്ത് രസമാണ് നോക്കില്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മൾ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് എന്താ പറയുക വേനലിൻ്റെ ഒരു ഇത് അറിയിക്കുന്ന പോലെ അങ്ങനെ കരിഞ്ഞിരിക്കുകയാണ് ഇവിടെയൊക്കെ. കണ്ടില്ലേ, നല്ല ഉണങ്ങി, മരങ്ങളൊക്കെ ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. മഴക്കാലത്ത് പക്ഷേ ഇവിടെ ഒന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഗൈസ്. ഇത് ഈ വഴിയിലൂടെയൊക്കെ നിറയെ വെള്ളച്ചാട്ടങ്ങളൊക്കെ വരുന്ന വഴിയാണ്. ഇത് കണ്ടില്ലേ, മലൻ്റെ മേലെ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഭംഗിയൊന്നുമില്ല. ഫുള്ളൊരു കാട് അല്ലേ? ഇത് കാടിക്കൂട് നല്ലൊരു ഭയങ്കരമായൊരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ നമ്മൾ തെക്കേ മലമ്പുഴയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ ഈ ആടുത്രി. കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ കേസ്, അവർ പാലം പൊട്ടിക്കണ ആ പാലം, അത് ഈ ഭാഗത്താണ് കേട്ടോ. നമ്മൾ അപ്പുറത്ത് ആ കവയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ ഭാഗത്താണ് ആടുത്രിയൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിങ്ങൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ആ മഴക്കാലത്തെ സമയത്തൊക്കെ. ഇപ്പോഴൊക്കെ ഇവിടെ വെള്ളം കുറവായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് കണ്ടില്ല ഇങ്ങനെ ഫോട്ടോഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഇവിടെ പോയിട്ട് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ വേനൽ മഴ കിട്ടിയത് കൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മാസം കഴിയുന്തോറും മലമ്പുഴ ഡാമിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ഇവിടം വരെയൊക്കെ നിറയെ വെള്ളമാകും. അപ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറവാണ്. നമുക്ക് അവിടേക്കൊക്കെ വണ്ടികളൊക്കെ ഇറക്കാം, ഇവിടെ നടക്കാം. അതിനൊന്നും ഇറങ്ങാൻ പാടില്ല എന്നാണ് നിയമം കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ആളുകൾ എല്ലാവരും ഇറങ്ങുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങി നമ്മളവിടെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറങ്ങാൻ പാടില്ല എന്നാണ് നിയമം എന്നൊക്കെ. അപ്പോൾ കേസ് എൻ്റെ ആ പുറകെ കാണുന്ന ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഈ ബ്രിഡ്ജിലാണ് നമ്മുടെ ഇവിടെ വെച്ചിട്ടാണ് ആടുത്രിയിലെ ആ ബ്രിഡ്ജ് പൊളിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്ന കേട്ടോ ആ സിനിമയിലുള്ള ആ ബ്രിഡ്ജ് സെറ്റിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ. നമുക്ക് ഈ വഴി കൂടെ ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഡാമിൻ്റെ ഈ ഭാഗത്തേക്ക് പോകാൻ പറ്റും. കുറേ കാറുകളൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, കാറുകൾ നിൽക്കുന്നുണ്ട്, ബൈക്കുകൾ, ഇതാ കാറൊക്കെ പോകുന്നുണ്ട് അല്ലേ. ഈ ഭാഗത്ത് കാറുകളൊക്കെ പോകുന്നുണ്ട്. അന്ന് ആ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ മഴക്കാലത്തായിരുന്നു കേട്ടോ കേസ്, മഴക്കാലത്തിന് ആ സമയത്തായിരുന്നു. അപ്പോൾ ഇതിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ വഴിയാണ് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും കേട്ടോ. എലിവലക്കൊക്കെ പോകുന്ന ആ ഭാഗത്തുകൂടി, അത് കവൻ്റെ ഭാഗമാണ്, അപ്പുറത്തെ സൈഡ് കവയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തെക്കേ മലമ്പുഴയാണ് കേട്ടോ. ഈ ഭാഗത്തുകൂടി നമുക്ക് ഇങ്ങനെയും വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഡ്രൈവിംഗ് ചെയ്താൽ അവിടെയൊക്കെ ആളുകൾ പഠിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ നമുക്ക് ഓട്ടോ അവിടം വരെയൊക്കെ പോകാം കേട്ടോ, ഡാമിൻ്റെ ആ ഭാഗം വരെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഴയ പാലം ഉണ്ടല്ലോ, എലിവാലിൽ നിന്ന് തെക്കേ മലമ്പുഴയ്ക്ക് ഉള്ള ആ പഴയ പാലം ഇതാ ഇപ്പുറത്ത് ഈ ഭാഗത്ത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു പാലം വരുന്നുണ്ട് കേട്ടോ കേസ്, മേൽപ്പാലം വരുന്നുണ്ട്. പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക അടിപൊളി. ഈ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എലിവാലിൽ നിന്നുള്ളവർക്ക് തെക്കേ മലമ്പുഴയ്ക്കും ഇവിടെ നിന്നുള്ളവർക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു വലിയൊരു ഉപകാരമായിട്ടുള്ളൊരു പാതയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ കേസ്. ഞങ്ങൾ ഇവിടം വരെ വന്നിട്ടേ ഇല്ല ഇതുവരെ, ഇന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പിള്ളേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി കേട്ടോ. തടാകം പോലെ ഒഴുകി വരുന്നുണ്ട്. സൂര്യൻ ആ മലൻ്റെ ബാക്കിൽ സൂര്യൻ അസ്തമിക്കാറായി നിൽക്കുന്ന ആ കാഴ്ചയും അടിപൊളിട്ടാ നമുക്ക് അല്ലേ. ആ ഭാഗത്താണ് കേട്ടോ പാലം വരുന്നത്, ആ ഭാഗത്താണ് പുതിയ പാലം വരുന്നത്. നമുക്ക് എന്തായാലും ഈ റിസർവേറിൻ്റെ ഈ അകത്തേക്ക് എല്ലാവരും പോകുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം, നമ്മുടെ വണ്ടി പോവോ ഇല്ലയോ എന്നൊക്കെ നോക്കാട്ടെ. പക്ഷേ ഇത് ഈ പാലം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. എലിവാലിലേക്ക് കൂടെ കറങ്ങാൻ ഈ മലമ്പുഴ ചുറ്റിക്കാണാനൊക്കെ അടിപൊളിയാണ്. എന്തായാലും നോക്കട്ടെ, മഴക്കാലം ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു 10 ദിവസം കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റ് അടുത്ത മാസമൊക്കെ മഴ വരുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് വന്നാൽ അടിപൊളി. കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തോണ്ട്
വേണ്ട വേണ്ട, അവിടെ പൂഴിമണ്ണാണ്. അങ്ങോട്ട് പോ. ആ കാർ പാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ പോയി നിന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് പോ. നീ ഒന്ന് അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് പോയി നോക്ക്. മണലാണ്. പോവാൻ പറ്റുമോ നോക്ക്. വേണ്ട. അപ്പൊ അതിസാഹസികമായ യാത്രയുണ്ട് കേസ്. വണ്ടി കറങ്ങോ ഒതുങ്ങോ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അതിസാഹസികമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കണ്ടില്ലേ, ഈ റോഡുകളും കാര്യം കണ്ടല്ലോ, അധികം വലിയൊന്നുമില്ല, പൂഴിമണ്ണാണ്. അപ്പോൾ ബൈക്കൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. അല്ലേ സമയേ, നമുക്ക് എന്തായാലും ഒന്ന് റൗണ്ട് അടിക്കാം. കയറി നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ കഴിച്ച് നമ്മളെ അടിപൊളി അതിസാഹസികമായിട്ടുണ്ട് ആ ബാക്കത്തെ ആ പാലമില്ലേ, ആ പാലത്തിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കുറേ നാളത്തെ ആഗ്രഹമാണ്. എന്താ പറയുക, കഴിഞ്ഞ മഴക്കാലത്തും കുറേ സമയത്തൊക്കെ, അതെ 2-3 കൊല്ലം മുമ്പ് ഞങ്ങൾ വന്നിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ മഴ തുടങ്ങിയ ശേഷം നമുക്ക് വരാൻ എന്തായാലും പറ്റിയിട്ടില്ല. എന്തായാലും വണ്ടികളും കാറുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി. എന്തായാലും നമ്മൾ റിസർവ് ചെയ്യേണ്ട ഈ ഭാഗത്ത് കേട്ടോ. എന്തായാലും കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് അടിപൊളിയായിട്ട് കേസ് അവിടെ കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കേസ്. എന്താ പറയുക, അടിപൊളി സ്ഥലം. നമ്മുടെ പാലക്കാട് മലമ്പുഴയെ കണ്ടാലും തീരാത്ത അനുഭവങ്ങൾ തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് അടിപൊളി. റൈഡർ അല്ലേ, ഇങ്ങനെയൊക്കെ പോണത്. നമുക്ക് ഈ സ്ഥലം ഉണ്ടല്ലോ, ഞങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലം മുമ്പ് 2-3 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, സഞ്ചാരികൾ മലമ്പുഴ ഗാർഡൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഭാഗത്തൊക്കെയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കുറേ മാടുകൾ, എരുമകൾ ഒക്കെ ആ ഭാഗത്തെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടോ, ഇഷ്ടംപോലെ മാടുകൾ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ മാടുകൾ അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലേ, അടിപൊളി, നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കേസ്. ഇത് നോക്ക്, ഇത് അടിപൊളി ഫ്രെയിമാണ് അല്ലേ, സൂപ്പർ ഫ്രെയിം. കാണിച്ചു തരാം കേട്ടോ, നമുക്ക് റീൽ എടുത്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നമ്മുടെ മലമ്പുഴ, തെക്കേ മലമ്പുഴയിലാണ് കേട്ടോ. അടിപൊളി. ഇവിടെ ഇത് പൂഴിമണ്ണാണ്. നമ്മളിത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്തേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വണ്ടികളൊക്കെ വരും കേട്ടോ. മഴയില്ലാത്തതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി, നല്ല കാഴ്ചകൾ, നല്ല വായു, ഒരുപാട് മലനിരകൾ, റൗണ്ട് കാറ്റും അടിപൊളി റോഡും അല്ലേ. കാറില്ലെങ്കിൽ കൂടി ഇതിൽ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതെ, ഡാമിലെ കൂടി വണ്ടി ഓടിക്കുന്ന എൻ്റെ ടയർ ഇപ്പം കുടുങ്ങി ഇല്ല രക്ഷപ്പെട്ടു. അവിടെ പൂഴിമണലാണ് കേട്ടോ നമ്മൾ. അതുകൊണ്ട് തന്നെ വണ്ടി അതെ ഈ ഭാഗത്തുകൂടി പോയാൽ മാത്രം തന്നെ നമുക്ക് അല്ലേ, ഈ ഭാഗത്തുകൂടി പോയാൽ മാത്രം നമുക്ക് വണ്ടിക്ക് ഇത് എടുക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇന്ന് നേരെ കാണുന്നുണ്ടല്ലോ കഴിച്ച്, പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇത്രയും അധികം ആളുകൾ നോക്കുക, അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക, അവരെല്ലാം ഒരു സമാധാനം, മനസ്സിലേക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത് അല്ലേ. ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ മാത്രം വീട്ടിലിരിക്കുന്നത് എന്തിനാണ് അല്ലേ. ടെൻഷൻ തന്നെ, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് അടിപൊളി. നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പാലക്കാട് മലമ്പുഴയിൽ ക്രിക്കറ്റ് കളിക്കുന്ന കാഴ്ച കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കാണുക. അടിപൊളിയായിട്ട് റിവേഴ്സ് പോണ കണ്ട, കാർ ഇങ്ങനെ റിവേഴ്സ് പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടിപൊളിയായിട്ട് റിവേഴ്സാണ് ഇവരെടുക്കുന്നത് അല്ലേ. നേരെ ഇങ്ങോട്ട് റൈറ്റിക്കല്ല എടുക്കുന്നത്, റിവേഴ്സ്. സൂം ചെയ്തിട്ട് അടിപൊളിയായിട്ട് റിവേഴ്സ് എടുക്കുന്ന കാഴ്ച കണ്ട, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായി. നോക്ക് ഗൈസ്, ബാക്കിലേക്ക് വരുന്നുണ്ടല്ലേ ഇവര്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അടിപൊളിയായിട്ട് ഗൈസ്, ഇവിടെ കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഷട്ടിൽ, ലേഡീസൊക്കെ ചേർന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഷട്ടിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേര് ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുക.
എന്താ പറയുക, അതൊക്കെ പറ്റിയ ഒരു അടിപൊളി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു അല്ലേ, സൂര്യൻ അസ്തമിക്കുകയാണ്. നോക്കുക മലൻ്റെ ബാക്കിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചിട്ടൊക്കെ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 6 മണി കഴിഞ്ഞിട്ടും ഇപ്പോൾ എന്താ പറയുക ഒരു 5 മണിൻ്റെ ആ ഫീലാണ് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ. അപ്പോൾ അടിപൊളി എന്താ പറയുക, ഒരുപാട് നമ്മൾ ഈ ജീവിതത്തിൽ ഓരോ പ്രഷറും ഒക്കെ താങ്ങാൻ പറ്റാണ്ട് ഒരുപാട് വിഷമത്തിലും വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് ശരീരമൊക്കെ ഒരു മുറുകിയിട്ടൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇങ്ങനെ ഇറങ്ങി കിട്ടാം. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളിയായിരുന്നു. മനസ്സിന് കുറച്ച് നേരം ഒരു റിലീഫ് കിട്ടി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കേസ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടെ കേസ്. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്താണ് ആഡിറ്റുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിങ് ഒക്കെ എടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെയാണ്. ഇവിടെയൊക്കെയാണ് പൊളിച്ച് കളഞ്ഞ ആ ഭാഗമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അല്ലേ അല്ലേ കുത്തല് കണ്ടില്ലേ, രണ്ടും കൂടി ഒപ്പം. കിട്ടിയാ